ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അക്ഷയ് സാർ ആണ്. സോ തമ്പനയിൽ കണ്ടതുപോലെ ദ ഇൻവിസിബിൾ ലിവിംഗ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്ന ചാപ്റ്ററിലെ ഏതാനും ചില ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നല്ല രീതിയിൽ തന്നെ എൻ്റെ മക്കൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ എഴുതാൻ സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ കാണാനും വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ആരും മടിക്കരുത്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഇൻവിസിബിൾ ലിവിംഗ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്ന് പറയുന്ന ചാപ്റ്റർ പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് ന്യൂ NCERT ക്യൂരിയോസിറ്റിയിലെ ഒന്നാമത്തെ ബയോളജിയുടെ ചാപ്റ്ററാണ്. ഓൾറെഡി ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈവ് ഒരുപാട് നമ്മുടെ ആപ്പിൽ ഒക്കെ പോയിട്ടുണ്ട്. സോ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. റോബർട്ട് ഹുക്ക്, ശ്രദ്ധിച്ചിരിക്കണം കുട്ടികളെ, റോബർട്ട് ഹുക്ക് ഫസ്റ്റ് യൂസ്ഡ് ദ വേർഡ് സെല്ല് ആഫ്റ്റർ ഒബ്സർവിങ് തിൻ സ്ലൈസ് ഓഫ് ഡാഷ്. റോബർട്ട് ഹുക്ക് 1665 കുട്ടികളെ 1665 എന്ത് നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സെൽ എന്ന് പറയുന്ന എൻറ്റിറ്റീസ് അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്ന കാര്യം കണ്ടെത്തിയത്? ഏത് സ്പെസിമെൻ എക്സാമിൻ ചെയ്തിട്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കോർക്ക് സെൽസ് ആണ്. തിൻ സ്ലൈസ് ഓഫ് കോർക്ക് ആണ് അദ്ദേഹം എക്സാമിൻ ചെയ്തത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം കോർക്ക് കഷ്ണം അദ്ദേഹത്തിന്റെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കണ്ടത് ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ്സ്, ചെറിയ ചെറിയ അറകൾ പോലെ അദ്ദേഹം കണ്ടെത്തി. ചെറിയ ചെറിയ അറകൾ പോലെ അദ്ദേഹം കണ്ടെത്തി. പഴയ സന്യാസിമാർ താമസിച്ച റൂം പോലെ, മോങ്സിന്റെ റൂം പോലെ. ചെറിയ റൂം എന്ന ലാറ്റിൻ പദം, എ സ്മോൾ ഓർ ലിറ്റിൽ റൂം എന്ന ലാറ്റിൻ പദത്തിന് അനുസൃതമായി സെല്ലുല അല്ലെങ്കിൽ സെല്ല് എന്ന് പറയുന്ന വാക്ക് അങ്ങനെയാണ് വന്നത്. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി കോർക്കാണ്. പക്ഷെ അദ്ദേഹം കണ്ടെത്തിയ സെല്ല് അത് നിർജീവമാണ്, ഡെഡ് സെല്ലാണെന്ന് കൂടി നമ്മൾ പഠിച്ചിരുന്നു. ഡെഡ് സെല്ലാണ് അദ്ദേഹം കണ്ടെത്തിയത്. രണ്ടാമത്തെ ചോദ്യം, ദ ബുക്ക് മൈക്രോഗ്രാഫിയ വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. നമുക്കറിയാം, റോബർട്ട് ഹുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം, ആ പുസ്തകത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സെല്ലുകളുടെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും, കോർക്ക് സെല്ലിന്റെ ചിത്രവും അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ വേറെയും അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന റോബർട്ട് ഹുക്ക് പലവിധமான സാധനങ്ങളെയും ഈ മൈക്രോസ്കോപ്പിലൂടെ, സ്വന്തം അദ്ദേഹത്തിന്റെ സെൽഫ് ഡിവൈസ്ഡ് മൈക്രോസ്കോപ്പിലൂടെ വീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അദ്ദേഹം കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ പുസ്തകം, ചോദ്യം എന്താണ്? ആ പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ വിശദമായി തന്നെ നമുക്കറിയാം. നമ്മൾ പറഞ്ഞു 1665 സെല്ല് കണ്ടെത്തിയത്. അപ്പൊ അതേ വർഷം തന്നെയാണ് അത് പബ്ലിഷ് ചെയ്തത്, 1665. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നൊരു ചോദ്യം. ഫാദർ ഓഫ് മൈക്രോബയോളജി ആരാണ്? സൂക്ഷ്മജീവികളെ ആദ്യമായി നിരീക്ഷിച്ച, കുളത്തിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആ വെള്ളം സ്വന്തം മൈക്രോസ്കോപ്പിലൂടെ വീക്ഷിച്ച് അതിൽ ഒരുപാട് സൂക്ഷ്മജീവികൾ ഉണ്ട്, അവരെ ആനിമൽ ക്യൂൾസ് എന്ന് വിശേഷിപ്പിച്ച, ആദ്യമായി ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്ത വ്യക്തിത്വം ആന്റോൺ വാൻ ലീവൻ ഹുക്കാണ്. സോ അദ്ദേഹത്തെയാണ് മൈക്രോബയോളജിയുടെ പിതാവ് എന്ന രീതിയിൽ അഭിസംബോധന ചെയ്തത്. സോ ഫാദർ ഓഫ് മൈക്രോബയോളജി ആന്റോണി വാൻ ലീവൻ ഹുക്കാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? മറ്റൊരു ചോദ്യം, വൈ ഡിഡ് റോബർട്ട് ഹുക്ക് നെയിം ദ ടൈനി കമ്പാർട്ട്മെന്റ്സ് ഹി സോ ഇൻ കോർക്ക് സെൽ? അപ്പൊ റോബർട്ട് ഹുക്ക് എന്തുകൊണ്ട് സെൽ എന്ന് പറയുന്ന വാക്ക്, ഈ എംടി ചേംബേഴ്സിനെ സെൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൽ എന്ന് പറയാൻ കാരണമായ പ്രചോദനമായ കാര്യം എന്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. റോബർട്ട് ഹുക്ക് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് എന്താ? സ്മോൾ എംടി കമ്പാർട്ട്മെന്റ്സ് ഇൻ തിൻ സ്ലൈസ് ഓഫ് കോർക്ക്. തിൻ സ്ലൈസ് ഓഫ് കോർക്കിനെ അദ്ദേഹത്തിന്റെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ഒഴിഞ്ഞ ചെറിയ ചെറിയ
അറകളെ കണ്ടെത്തി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ കമ്പാർട്ട്മെന്റ്സ് ചെറിയ റൂമുകൾക്ക് സമാനമായിരുന്നു. സന്യാസിമാരുടെ മഠത്തിന്റെ മുറി പോലെ വളരെ ചെറിയ അറകളായിരുന്നത് കൊണ്ട് സെല്ല് എന്ന് അദ്ദേഹം അതിനെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോ ഹു കോയിൻഡ് ദ ടേം സെൽ എന്ന് ചോദിച്ചാൽ ഉത്തരം റോബർട്ട് ഹുക്ക് തന്നെയാണ് എന്ന് മറന്നു പോകരുത്. മറ്റൊരു ചോദ്യം, വാട്ട് വാസ് അന്റോണി വാൻ ലിവൻഹുക്സ് മേജർ കോൺട്രിബ്യൂഷൻ ഇൻ ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്? സോ ഹി ഡിസൈൻഡ് മൈക്രോസ്കോപ്പ്. ആക്ച്വലി ആന്റോണി വാൻ ലിവൻഹുക്ക് ഇദ്ദേഹം ലെൻസുകൾ കുറച്ച് മോഡിഫൈ ചെയ്തു. റോബർട്ട് ഹുക്ക് ഉണ്ടാക്കിയ അല്ലെങ്കിൽ റോബർട്ട് ഹുക്കിന്റെ മൈക്രോസ്കോപ്പിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പ് ഇദ്ദേഹം ഡിസൈൻ ചെയ്യുകയുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? ആന്റോണി വാൻ ലിവൻഹുക്ക് ഇംപ്രൂവ്ഡ് ദ ഡിസൈൻ ഓഫ് മൈക്രോസ്കോപ്പ് ബൈ മേക്കിംഗ് ബെറ്റർ ലെൻസസ്. He was the first person to clearly observe and describe a living microscopic organism such as bacterium, blood cell. ഇതൊക്കെ നിരീക്ഷിച്ചു. ആ വർക്കിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് മൈക്രോബയോളജി, ഒരു മൈക്രോസ്കോപ്പിക് വേൾഡ് ഉണ്ടെന്നും മൈക്രോസ്കോപ്പിക് ലിവിംഗ് വേൾഡ് ഉണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹത്തെ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. മറ്റൊരു ചോദ്യം, വൈ സാഫ്രാനിൻ യൂസ്ഡ് വൈൽ പ്രിപ്പയറിംഗ് ഓണിയൻ പീൽസ്? സഫ്രാനിൻ എന്ന് പറയുന്നത് സ്റ്റെയിൻ ആണ്. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്പെസിഫിൻ എക്സാമിൻ ചെയ്യുമ്പോൾ അതിലെ സെല്ലിന്റെ ഘടനകൾ കൃത്യമായി കാണുന്നതിന് നിറം ആവശ്യമാണ്. സോ കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ആണ് ഇത്തരത്തിലുള്ള സാഫ്രാനിനായാലും മെഥിലീൻ ബ്ലൂ ആയാലും. സോ ഇതൊക്കെ സ്റ്റെയിൻ ആണ്. സോ ഇതിന്റെ പർപ്പസ് എന്താണ്? ക്ലിയർ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ സ്റ്റെയിൻ ചെയ്യാനാണ് വി ആർ യൂസിങ് ദീസ് കൈൻഡ് ഓഫ് സ്റ്റെയിൻ. സോ മെഥിലീൻ ബ്ലൂ ആയിക്കോട്ടെ, സഫ്രാനിൻ ആയിക്കോട്ടെ, വേറെയും സ്റ്റെയിൻ ഉണ്ട്. വി ആർ യൂസിങ് ദി സ്റ്റെയിൻ ടു ആക്ച്വലി വിഷ്വലൈസ്, ടു മേക്ക് ദ സ്പെസിമെൻ ക്ലിയർ. അതിന്റെ സെൽസ് ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഗ്ലിസറിൻ ഇൻ ഓണിയൻ പീൽ? ഗ്ലിസറിൻ നമ്മൾ ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ, ഓണിയൻ പീൽ സെല് വിഷ്വലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഗ്ലിസറിൻ ഉറ്റിക്കും. വെള്ളത്തിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നമ്മുടെ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ട് നമ്മൾ ഗ്ലിസറിൻ ഉറ്റിച്ചതിന് ശേഷമാണ് കവർ ഗ്ലാസ് വെക്കുന്നത്. സോ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി നിർജ്ജലീകരണം തടയുന്ന ഒരു സാധനമാണ്. അതായത് ഇപ്പൊ ഈ സ്പെസിമെൻ നമ്മുടെ ഓണിയൻ പീലിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ട് പോവാതിരിക്കാനാണ് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്. ആ സ്പെസിമെൻ ഡ്രൈ ആവാതിരിക്കാനാണ്, ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനാണ്. സോ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം, യെസ്, ഇതവിടെ കണ്ടോ, ടു പ്രിവെന്റ് ദി ഡ്രൈയിങ് ആൻഡ് ഇംപ്രൂവിംഗ് ക്ലാരിറ്റി. അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ കുട്ടികളെ? മറ്റൊരു ചോദ്യം, റെക്ടാങ്കുലർ സ്ട്രക്ചേഴ്സ് ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ് ഇൻ ഓണിയൻ പീൽ. എന്താണ്? സെല്ലാണ്. റെക്ടാങ്കുലർ സ്ട്രക്ചർ കാണുന്നത് സെല്ലാണ്. ഓണിയൻ പീൽ കാണുന്ന സമയത്ത് ആ കാണുന്ന റെക്ടാങ്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെല്ലുകൾ തന്നെയാണ്. റൈറ്റ് ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ പ്രിപ്പയറിംഗ് ടെമ്പററി മൗണ്ട് ഓഫ് ഓണിയൻ പീൽ. ഓണിയൻ പീലിന്റെ എക്സ്പെരിമെന്റ് സെറ്റപ്പ് നമ്മൾ എങ്ങനെ ചെയ്യണം? ആദ്യം തിൻ സ്ലൈസ് ഓഫ് ഓണിയൻ നടുക്കുന്ന് കട്ടാക്കി അതിന്റെ ഒരു ഭാഗം എടുത്ത്, ഒരു ഇതളെടുത്ത് അതിന്റെ ഏറ്റവും ഇന്നർ ലൈനിങ്, ഏറ്റവും ഉള്ളിൽ നിന്നുള്ള നേർത്ത പാട നമ്മൾ എടുത്തിയെടുക്കണം. ഫോർസെപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം. സാഫ്രാനിൻ സ്റ്റെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു 30 സെക്കൻഡ് സാഫ്രാനിൻ സൊല്യൂഷൻ, ചെറിയ വാച്ച് ഗ്ലാസ്സിൽ സാഫ്രാനിൻ വെച്ച് അതിലേക്ക് നമ്മൾ ഈ സ്പെസിമെൻ ഇട്ട് കൊടുക്കണം. ഒരു 30 സെക്കൻഡ് നേരം മതി ആ സാഫ്രാനിൻ സ്റ്റെയിൻ അതിന്റെ സെല്ലുകളിലേക്കൊക്കെ ഒന്ന് പിടിച്ചു ചേരാൻ വേണ്ടിയാണ്. അമിതമായി വരുന്ന സാഫ്രാനിൻ സ്റ്റെയിനെ റിമൂവ് ചെയ്യണം. എക്സസീവ് ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ അത് എക്സസീവ് ആയിട്ടുള്ള സ്റ്റെയിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് റിൻസ് ചെയ്താൽ മതി. അതിനുശേഷം ഗ്ലാസ് ലൈഡിൽ വെച്ച് ഗ്ലിസറിൻ വെക്കുന്നു. ഗ്ലിസറിൻ വെക്കുന്നത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഡ്രൈയിങ് പ്രിവെന്റ് ചെയ്യാനാണ്. കവർ സ്ലിപ്പ് വെച്ച് നമ്മൾ പതുക്കെ നീഡിൽ വെച്ച് കവർ സ്ലിപ്പ് ഒരു ആംഗിൾ വെച്ച് പതുക്കെ എന്ത് ചെയ്യണം? എയർ ബബിൾ വരാത്ത രീതിയിൽ നമ്മൾ കവർ സ്ലിപ്പ് സ്പെസിഫിന്റെ മുകളിൽ വെക്കുകയാണ്. എന്നിട്ടാണ് മൈക്രോസ്കോപ്പിന്റെ മുകളിൽ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വീക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ ആക്ച്വലി അവിടുത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് പാർട്ട് ഓഫ് ദ സെൽ കൺട്രോൾ ഓൾ ആക്ടിവിറ്റി ആൻഡ് റെഗുലേറ്റിംഗ് ഗ്രോത്ത്? ഒരു സെല്ലിന്റെ എല്ലാ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് ഒറ്റയടിക്ക് പറയാം ന്യൂക്ലിയസ് ആണ്. ദ ബ്രെയിൻ ഓഫ് ദ സെൽ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണ് സെല്ലിന്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനിയും ചോദ്യങ്ങളുമായിട്ട് സാറ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. വരുന്ന വീഡിയോകളിൽ ഇനിയും ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. ഒരു ചോദ്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി സാർ ഇവിടെ പറയുന്നു. ഇതാണ് ആ ചോദ്യം. ദ വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ഫുഡ് ത്രൂ ദ ഫുഡ് പൈപ്പ് ഈസ് ഡ്യൂ ടു ഡാഷ്.
ഓക്കെ, ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. ഫുഡ് പൈപ്പിൽ ഇത് വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് പൈപ്പിലൂടെ വേവ് ലൈക്ക് മൂവ്മെന്റിലൂടെയാണ് ഭക്ഷണം താഴേക്ക് വരിക. അപ്പൊ ഇതിൽ സഹായിക്കുന്ന സെൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് കാണാം. ഇതുവരെയും ബൈ.